കണക്ക്. ഓഹോ, അപ്പൊ അതായിരുന്നു കാര്യല്ലേ? അല്ലെങ്കിൽ നിന്റെ നോട്ട്ബുക്ക് കാണാനില്ല എന്ന് പറഞ്ഞ് നീയൊക്കെ ടെൻഷൻ അടിച്ചപ്പോഴേ ഞാൻ സംശയിച്ച നോട്ട്ബുക്കിനകത്തെ ലെറ്ററാണ് പ്രശ്നം. ഇവിടെ നീയൊക്കെ ഒന്ന് മണ്ടന്മാരാണ്. ആ ബുക്ക് പ്രിൻസിപ്പളെ കിട്ടി നിന്റെ അവസ്ഥ എന്താവും നീ ആലോചിച്ചിട്ടുണ്ടോ? അല്ലേ തന്നെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ലവ് ലെറ്റർ നോട്ട്ബുക്കിനകത്ത് വെച്ച് കൊടുക്കും? ഇല്ല. ഇങ്ങനത്തെ എന്തെങ്കിലും ഐഡിയ വേണ്ട, എന്നോട് വേണ്ട, വന്ന് ചോദിക്കാൻ 1000 ടെക്നിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. 1000 ടെക്നിക്ക് അവനെല്ലാം മനസ്സിലായി. അയ്യോ അളിയ പറയല്ലേ, പ്രിൻസിപ്പലിന്റെ അടുത്ത് പറയല്ലേ അളിയ. അയ്യോ ആലോചിക്കാം. അങ്ങനെ പറയല്ലേ അളിയ, അതേ പേടിച്ച് ഞാൻ പാൻ്റെ എടുത്ത് പറയല്ലേ അളിയ. ശരി തോലന്മാരായി പോയില്ലേ. ഈ ഒരു വെറൈറ്റിക്ക് നീന്തിവാ എന്നിട്ട് ഏറ്റവും അടുത്തൊരു ഹോട്ടലിൽ കയറി നല്ല നെയ്യ് ചുട്ട ആവി വറക്കുന്ന ഒരു മസാല ദോശ കാച്ചുന്നു വിത്ത് ഫിൽറ്റർ അത് കലക്കി. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ബസ് പിടിച്ച് നേരെ ബീച്ചിൽ പോകുന്നു വിത്ത് കപ്പലണ്ടി. അവിടെ നമ്മൾ ഒരു ഐസുകാരണ്ടി കഴിച്ചിട്ട് നേരെ മാളിലേക്ക് പോകുന്നു. പടം കണ്ടിറങ്ങി നമ്മൾ നേരെ ഒരു അടിപൊളി തട്ടടയിൽ പോകുന്നു. നല്ല തട്ടുദോശയും ഡബിൾ ഒമേറ്റോ അടിക്കുന്നു. ബസ് കയറി വീട്ടിൽ പോരുന്നു. എങ്ങനെ പ്ലാൻ ചെയ്യണം? കോർഡിനേറ്റ് നമുക്ക് ചിലവന്മാരെന്തെങ്കിലും തിന്നാൻ കിട്ടിയാലും നമ്മുടെ പേരിൽ കള്ളസാക്ഷി പറയും. അതുകൊണ്ട് നമ്മളില്ല, നമ്മൾ വെറുതെ ഇപ്പൊ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത നിന്റെ പ്രശ്നം. എന്റെ പൊന്നാണ് സത്യമായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. പഴയ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചോണ്ടിരിക്കേണ്ടതൊക്കെ കളയും. +2 ലാസ്റ്റ് ടൂറാ ഇത്. കഴിഞ്ഞാൽ നീ ഞാൻ ഇവനൊക്കെ ഏത് നാട്ടിലാന്ന് പോലും പറയാൻ പറ്റത്തില്ല. വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ പോലും ഒരുത്തരും തിരിച്ചയക്കുന്നില്ല. പ്രശ്നത്തിലേക്ക് കൈ കൊടുത്തേ. ഞാൻ എന്റെ 2 കൈ കൊടുക്കാൻ തയ്യാറാ. ഞാൻ എന്റെ 2 കൈ കൊടുക്കാനും തയ്യാറില്ല. ഒരു കൈ തരാം, ഒരു കൈ പുള്ളിയാ. എവിടെ ഷേക്കാൻ കൊടുത്ത് അളിയാ, നമ്മളുള്ള എല്ലാ പ്രശ്നവും ഇതോടെ തീരണം. കെട്ടിപ്പിടി, എല്ലാം ഇതോടെ തീർന്നു. പുള്ളി തന്നെ വായി ഫ്രീ ആയിട്ട് ടൂർ കൊണ്ടുപോകാന്ന് പറഞ്ഞോണ്ടല്ലോ കേട്ടോ. നമ്മള് ആരുടെയും ടൂറൊന്നും മുടങ്ങരുത്, നമുക്ക് അത്രേ ഉള്ളൂ.